ബംഗ്ലാദേശിന്റെ അവാമി ലീഗ് ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ ബംഗ്ലാദേശിലുണ്ടായ പ്രക്ഷോഭം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭമായി തുടങ്ങി പതിയെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ഭീകരവാദികളെല്ലാം തുറന്നുവിട്ട് അവിടെ സമ്പൂർണ്ണമായി കലാപം സൃഷ്ടിച്ച് ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കി അല്ലെങ്കിൽ അവരെ മതം മാറ്റി എല്ലാം കഴിഞ്ഞ് അവിടെ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഒരു നോബൽ പ്രൈസ് ജേതാവിനെ മുഖ്യ ഉപദേഷ്ടാവായി അമേരിക്ക അവരോധിച്ചു. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ബംഗ്ലാദേശിൽ സമാനമായ രീതിയിൽ ഒരു കലാപം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കലാപത്തിൽ സ്ഥിതി നിയന്ത്രണാതീതമായി തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത്തവണ തീവ്രവാദികൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സൂഫി വര്യന്മാരെയാണ്. ഈ സൂഫി വര്യന്മാരുടെ ശവശരീരങ്ങൾ പോലും അവർ പുറത്ത് വെറുതെ വിടുന്നില്ല. ആ ശവശരീരങ്ങളെല്ലാം തന്നെ കുഴിമാന്തി പുറത്തെടുത്ത് അവ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കലാപത്തിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ ഇതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ആക്രമണം പുറപ്പെട്ട ബംഗ്ലാദേശിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ഇസ്ലാമിക തീവ്രവാദികൾ ഹൃദയഭേദകമായിട്ടുള്ള 2 സംഭവങ്ങളാണ് അവിടെ നടത്തിയത്. ആദ്യം ഈ തീവ്രവാദികൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ഒരു സൂഫി സന്യാസിയുടെ ശവകുടീരം അശുദ്ധമാക്കി. തുടർന്ന് ഈ തീവ്രവാദികൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ശവക്കുഴിയിൽ നിന്ന് മാറ്റി തീയിട്ടു. മറുവശത്ത് അവർ ഒരു മതപാർട്ടിയുടെ ഓഫീസിന് തീയിട്ടു. ഈ അതിക്രമ സംഭവം ബംഗ്ലാദേശിനെ മുഴുവൻ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ നടന്ന അട്ടിമറിക്ക് ശേഷം രാജ്യത്തെ അക്രമ സംഭവങ്ങൾ തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം തീവ്രവാദികൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ നിരന്തരമായി ലക്ഷ്യമിടുന്നു. ബംഗ്ലാദേശിലെ പ്രാദേശിക മാധ്യമങ്ങൾ ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ധാക്കയിലെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര ഓഫീസ് നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തു. 10 ദിവസത്തിനിടെ ഇത് 2ാമത്തെ സംഭവമാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഗോണോ അധികാർ പരിഷത്തിന്റെ നേതാക്കൾ തലസ്ഥാനത്തിലെ ഷാബാഗിൽ ഒരു റാലി നടത്തി ജപ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംഭവം സ്ഥിരീകരിച്ചുകൊണ്ട് ഫയർ സർവീസ് ആൻഡ് സിവിൽ ഡിഫൻസ് ആസ്ഥാനത്തിന്റെ കൺട്രോൾ റൂമിലെ ഡെപ്യൂട്ടി ഓഫീസർ റോസീന അക്തർ പറഞ്ഞത് ഇങ്ങനെയാണ്: രാത്രി 7 മണിയോടെ ചിലർ നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിന് നേരെ ഇഷ്ടികയും കല്ലുമെറിഞ്ഞ് തീയിട്ടതായി ഞങ്ങൾക്കൊരു സൂചന ലഭിച്ചു. ബംഗ്ലാദേശിലെ വെസ്റ്റ് രാജ്പാരി ജില്ലയിൽ സെപ്റ്റംബർ 5-ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ചില മുസ്ലിം തീവ്രവാദികൾ ക്രൂരതയുടെ എല്ലാ പരിധികളും ലംഘിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൂഫി ദർവിഷ് നൂറ പഗ്ലയുടെ ശവകുടീരം ഈ തീവ്രവാദികൾ അവരുടെ ഭീകരതയുടെ ഇരയാക്കി. നൂറ പഗ്ല 2 ആഴ്ച മുമ്പാണ് മരിച്ചത്. അവരുടെ മൃതദേഹം കുഴിമാടത്തിൽ അടക്കം ചെയ്തു. ഈ തീവ്രവാദികൾ അത് ശവകുടീരം കുഴിച്ച് മൃതദേഹം പുറത്തെടുത്ത് തീയിട്ടു. ഇതോടൊപ്പം അവർ മൃതദേഹവും അവരുടെ ആരാധനാലയം നശിപ്പിച്ചു. ഇതിനിടെ നൂറ പഗ്ലയുടെ ചില അനുയായികൾ ഈ തീവ്രവാദികളുമായി ഏറ്റുമുട്ടി. ഈ അക്രമാസക്തമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരാൾ മരിക്കുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.